സോ ഹേ ഗൈസ് വെൽക്കം മിഷ് ബൈ യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി വന്നെങ്കിൽ തമിഴിൽ കണ്ടപോലെ ഒരു RX പറഞ്ഞ റീബിൽഡാണ് സംഭവം. റീബിൽഡ് എന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഓൾറെഡി ഒരു മെക്കാനിക്ക് പണിത് നാശമാക്കി വെച്ചൊരു വണ്ടിയാണ്. സംഭവം നമ്മുടെ വണ്ടിയുടെ ഓണർ ഇവിടെ അല്ല, പുറത്താണ്. സോ അവരൊരു വണ്ടി എടുത്തു, ഒരു വണ്ടി ഫുൾ റിസ്റ്റോറേഷൻ കൊണ്ടേൽപ്പിച്ചു. അവരത് പണിയാവുന്ന അത്രയും പണിത് അങ്ങനെ മാക്സിമം മുടിപ്പിച്ചു. എന്നിട്ട് ആ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ആ വണ്ടി ഷെയ്പ്പ് ആവത്തില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ വെക്കാൻ പറ്റത്തില്ല, വണ്ടിയുടെ ഡിസ്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫുട്ടേജ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഉണ്ട് ആഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോയും കാര്യങ്ങളൊക്കെ താഴെ സൈഡിലൊക്കെ ആഡ് ചെയ്യാം. സൗണ്ട് ഒരു ശോകമാണ്, ഫ്രണ്ടിലത്തെ മൗത്തിൽ നിന്ന് ലീക്ക്. ഈ മഴ ഇങ്ങനെ ചെയ്യേണ്ടതല്ലായിരുന്നു. ഞാൻ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ എൻ്റെ ഇൻട്രോ എൻ്റെ മിസ്സായിപ്പോയി, രണ്ടാമത് ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി. കാര്യം അതാ. അപ്പം അങ്ങനെ കുറേ പ്രോബ്ലംസ്. പിന്നെ താഴെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ റാഡ് എന്തോ കസ്റ്റമൈസ് ആയി ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ റാഡിൽ കയറിട്ടൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. ഞാൻ ആക്ച്വലി കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ വണ്ടി കിട്ടിയ കണ്ടീഷൻ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം സംഭവം ഇത്രേ ഉള്ളൂ. വണ്ടി RX പോലത്തെ വണ്ടികളൊക്കെ പണിയാൻ എടുക്കുന്നവർ അതിനെപ്പറ്റി അറിയാമെങ്കിൽ മാത്രം എടുക്കുക. വെറുതെ എടുത്തിട്ട് കസ്റ്റമേഴ്സിന് പ്രശ്നം ഉണ്ടായാലും ഇപ്പോഴും ആ വണ്ടി പക്കയായിട്ടൊന്നും ഓടുന്നൊന്നുമില്ല, പ്രശ്നങ്ങളാണ്. അപ്പം ആ വണ്ടി നമുക്കൊന്ന് പക്ക ഷേപ്പാക്കി കൊടുക്കാമെന്ന് വെച്ചു. കസ്റ്റമർ പറഞ്ഞത് ഒന്നും നോക്കണ്ട, വൃത്തിക്ക് സെറ്റ് ചെയ്ത് തന്നേക്കാൻ പറഞ്ഞ് നമ്മൾ മുഴുവനോട് ആ വണ്ടിയുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് സൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഓൾറെഡി അതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സംഭവം ഫസ്റ്റ് എടുത്ത് വെച്ച ഇൻട്രോ നമ്മളിന്ന് പോയി. അപ്പം അത് പണ്ട് കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോട്ട് പോകാം. വണ്ടി ഫുള്ള് നമ്മൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് മാറേണ്ട ഐറ്റംസ് എല്ലാം മാക്സിമം നമ്മളെല്ലാം കളക്ട് വെച്ചിട്ടുണ്ട്. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബാക്കിലത്തെ സസ്പെൻഷൻ എടുത്തേക്കുന്നത് വന്നിട്ട് പൾസറിൻ്റെ ബാക്കിലത്തെ നൈട്രോക്സ് ഫീൽഡ് സസ്പെൻഷൻ എടുത്തേക്കുന്നത്. കാരണം കസ്റ്റമർ പറഞ്ഞു ഫിനിക്സ് വേണ്ട, ഫിനിക്സിനോട് താല്പര്യമില്ല, അപ്പോൾ അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് സെറ്റാണ്. ഡിസ്ക് സെറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുത്ത് വിട്ടൽ സാധനങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഫിറ്റ് ആയില്ല. സോ അത് നമ്മൾ റെഡിയാക്കണം. പിന്നെ മൾഗാർഡ് സെറ്റ് ചെയ്യണം. മൾഗാർഡ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതുപോലെ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി ഉള്ളത്. പിന്നെ ഹാൻഡിൽ ബാർ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പം RDയുടെ ഹാൻഡിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു മീറ്റർ ബോക്സിന് ഒരു സൈഡും ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ യമഹയുടെ ലോഗോ, ഫുട്രസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ബേസിക്കായിട്ട് റിപ്പയർ ഉള്ള പാർട്സും പിന്നെ നമ്മുടേതായ ചെറിയ വർക്ക് ചെയ്ത് വണ്ടിയിൽ ലുക്ക് ഓട്ടോവർ മാറ്റുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. സോ അതനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി ഫ്രണ്ട് ഡിസ്ക് സെറ്റ് കയറ്റണം. അതിന് മുന്നേ നമുക്ക് ഹാൻഡിൽ കയറ്റിയിട്ട് ഡിസ്കിൻ്റെ വർക്കിലോട്ട് പോകാം. ഹാൻഡിൽ ബാർ മുഴുവൻ കയറ്റി കേട്ടോ. ഹാൻഡിൽ ബാറിൻ്റെ സാധനങ്ങൾ നമ്മൾ കയറ്റിയിട്ടുണ്ട്, നൈസായിട്ട് കണ്ടല്ലോ, നൈസായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡിൽ ബാർ കയറി പിന്നെ വണ്ടിക്ക് ഒരു നല്ലൊരു എടുപ്പ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് റെഡി ഫ്രണ്ട് സ്റ്റമ്പിന് നമുക്ക് കയറ്റാം. അപ്പോൾ ഹാഫ് ഓഫ് മാർക്കി വെച്ച് ഡിസ്ക് പ്ലേറ്റ് നമ്മുടെ ഇതേ വെച്ച് ഫുള്ളും മുറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയോട് സ്റ്റമ്പും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് കയറ്റിയിട്ട് ഫ്രണ്ട് വീല് സെൻറ്റർ ചെയ്യണം. അതാണ് മെയിൻ പരിപാടി. വീല് സെൻറ്റർ ചെയ്ത് നമുക്ക് ആ ഡിസ്കൂടെ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. നമ്മൾ ഫ്രണ്ട് സെക്ഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി വന്നിട്ട് സെറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ മെക്കാനിക്ക് കൊടുത്തിട്ട് സാധനം ഇത് വെക്കാനേ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പുള്ളി കൊടുത്തുവിട്ടാണ്. എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്ക് സെറ്റും പക്കയായിട്ടുണ്ട് കണ്ടല്ലോ. ഗ്യാപ്പും കാര്യങ്ങളും സെറ്റാണ്. വീലും കറക്റ്റ് സെൻറ്ററിലാണ്. ഇതിനകത്ത് ഞാൻ ഇട്ടുന്ന സ്പേസർ ഞാൻ കാണിച്ചു തരാം. ഒരു കോമഡി ആണ്, സ്പേസറിന് വരെ ഇട്ട് വെച്ചിരുന്ന സാധനം കണ്ടു. ഇനി ഈ വണ്ടിയിൽ ആ സാധനം ഉണ്ടോ എന്ന് ഇതിനാണ്. അപ്പം ഇനി പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് സെക്ഷൻ മൊത്തം വലിച്ചു മുറുക്കിയിട്ട് മൾഗാർഡ് കൊണ്ട് വെൽഡ് ചെയ്തിട്ട് വന്ന് അത് കയറ്റണം, കാലിപ്പർ കയറ്റണം, ഫ്രണ്ട് സെറ്റ് ചെയ്ത് പമ്പ് ചെയ്യണം. അതാട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് മൾഗാർഡും നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ നട്ട് വെൽഡ് ചെയ്തിലോട്ട് വെച്ച് മുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റാക്കാനേ പറ്റത്തില്ലെന്നാണ് മെക്കാനിക്ക് പറഞ്ഞതാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും നമ്മൾ പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് ആണ് ഫ്രണ്ട്. ഇനി കാലിപ്പർ കയറ്റി വെച്ച് ലൈനിൻ്റെ കണക്ഷൻ കൊടുത്ത് പമ്പ് ചെയ്യണം, അതുകൂടെ സെറ്റ് ചെയ്യാം. കാലിപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സീന കാര്യങ്ങളൊന്നുമില്ല, പിടുത്തം വരുന്നില്ല. ഇനി നമുക്ക് പരിപാടി എന്ന് പറയുന്നത് ലൈനർ കണക്ഷൻ കൊടുത്തിട്ട് പമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പമ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് ഡിസ്കിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ബ്രേക്ക് ഈ റേഞ്ച് കിട്ടുന്നുണ്ട്. ഒക്കെയാണ് നമ്മൾ ലൈനർ ഗ്രീൻ കളർ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഇട്ടയാണ്. അത് മേ ബി പുള്ളിക്ക് അതായിരിക്കും ഇഷ്ടം. ബ്ലാക്ക് ഗ്രീൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ലുക്ക് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട് മൾഗാർഡ് ഫിറ്റ് ചെയ്തു. ഫ്രണ്ടിലത്തെ ഡിസ്കിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പം ഓൾമോസ്റ്റ് ഫ്രണ്ടിലത്തെ പരിപാടി മുഴുവൻ കഴിഞ്ഞു തന്നെ പറയാം. പിന്നെ ബാക്കിലത്തെ കേസ് വരുമ്പോഴത്തേക്കും ഫിനിഷിങ് ആ നമ്മൾ സസ്പെൻഷന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത പൾസറിൻ്റെ സസ്പെൻഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിച്ചിട്ട് ആയതും എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇനി പരിപാടി എന്ന് പറയുന്നത് ടാങ്ക് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ടാങ്ക് ഒന്ന് കയറ്റി വെച്ച് അത് സെറ്റ് ചെയ്യണം. സീറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് അടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ, ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്, ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് വേണ്ട ലുക്ക് വരായിട്ട് ഞാൻ കാണിച്ചു തരാം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചപ്പോൾ കണ്ട അവസ്ഥ. പുത്തനായിട്ട് പെയിൻ്റ് അടിച്ച് ടാങ്കിൻ്റെ ഉൾവശം
ഇവിടെ എല്ലാം ഒട്ടിയിരിപ്പുണ്ടാകും, അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തായിരുന്നു. ഇവിടെ എല്ലാം പെയിൻറ്റ് കുറഞ്ഞിരിക്കും, ഇത്രയും പേരെ പെയിൻറ്റ് കട്ട് ചെയ്തിരിക്കുമല്ലോ. സോ ഗൈസ്, ഒരു പ്രൊഫഷണലും വരുന്ന എല്ലാ കസ്റ്റമേഴ്സും 100% പേരെയും ഹാപ്പിയാക്കി വിടാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കാനുള്ള പക്വത കാണിക്കണം. ഈ ആർക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് തന്നെ കസ്റ്റമറോട് പറഞ്ഞ് വേറൊരാളുടെ അടുത്ത് അപ്രോച്ചിന് വിട്ടിരുന്നെങ്കിൽ ഈ വണ്ടി ഇത്രയും പ്രശ്നമാകത്തില്ല. എന്തിനാണെങ്കിലും നമ്മൾ പക്കയാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരാളെയും അവരുടെ പ്രായം വെച്ചിട്ട് വില ഇരുത്തരുത്. അത് മാത്രമേ എനിക്ക് ആ മെക്കാനിക്കിനോട് പറയാനുള്ളൂ. നമുക്കപ്പം വണ്ടിയുടെ ഔട്ട് കാണാം.